വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളു റോസ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു ഡേ മൈ ലൈഫുമായിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ തന്നെ കാപ്പി കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ പയർ പറ്റിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേർത്തേക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മ പോയായിരുന്നേ. അപ്പം ഞാൻ അതിൻ്റെ പരിപാടിയിലേക്ക് കടന്ന് തേങ്ങ ചിരകി ഇട്ടു. പിന്നെ കുറച്ച് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്നുകൂടി കുറച്ച് സവാളയും പച്ചമുളകും ഇട്ട് ഒന്നുകൂടി ഒന്ന് റെഡിയാക്കി എടുക്കുമായിരുന്നേ. അപ്പം ഞാനിങ്ങനെയാണ് പയർ തോരൻ ഉണ്ടാക്കുന്നത്. പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതൊക്കെ റെഡിയാക്കി വന്നപ്പോൾ കഞ്ഞി വെന്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വാർക്കാനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിപാടിയിലേക്ക് കടന്ന് അപ്പോഴാണ് കുഞ്ഞിച്ചക്കൻ്റെ ഒച്ച കേട്ടതേ. അവൻ വഴക്കാണ്. അപ്പം അവനെ ഇനി എടുത്ത് ഒന്ന് ഉറക്കട്ടെ. നേരത്തെ എഴുന്നേറ്റതാ. പൊന്നോ അടി പൊന്നോ, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കാൻ പറയുമ്പോൾ അങ്ങോട്ട്. ഇതേ വെട്ടം കണ്ടോ, വെട്ടം. മക്കാളെ അപ്പം അതേണ്ട കുഞ്ഞിച്ചേർക്കനെ ഉറക്കിയിട്ടുണ്ട്. പിന്നെ മാളുക്കുട്ടി എഴുന്നേറ്റിട്ടില്ല, അതാ ഉദ്ദേശിച്ച് കാണിക്കാം. ഇതുണ്ട്, നല്ല ഉറക്കവാ. ഇന്ന് നേഴ്സറി അവധിയാണേ, അതുകൊണ്ട് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര താമസിച്ച് ഉറങ്ങുന്നത്. കുഞ്ഞിച്ചേർക്കനെ ഞാൻ അപ്പുറേ കിടത്തി, കാരണം ചിലപ്പോൾ മാള് ഉരുണ്ട് വരുവേ. അന്നേരം അവൻ്റെ മേത്ത് കയറാൻ സാധ്യതയുണ്ട്. അവനെ ഞാൻ ഇവിടെ കിടത്തി. കട്ടിലേൽ അങ്ങനെ ഇപ്പോൾ കിടത്തത്തില്ലേ, കാരണം അവൻ കമരുന്ന കൊണ്ട് കട്ടിലേ കിടത്താറില്ല. ഇതിപ്പോൾ എനിക്കിവിടെ അടിച്ച് വാറേണ്ടതുകൊണ്ട് കട്ടിലേ കിടത്തിയതാണ്. ഇവിടെ ഒക്കെ ഒന്ന് അടിച്ച് വാരണം. അപ്പടി പൊടിയാ. പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ട്. സത്യം പറഞ്ഞാൽ അമ്മയാണ് എല്ലാം ചെയ്യാറ്. അപ്പം ഇന്ന് മറ്റേ ബലി ഇടുന്ന ഇതാണല്ലോ. അപ്പം അമ്മ രാവിലെ അമ്പലത്തിൽ പോയതുകൊണ്ട് ഒരു ചോറ് അടുപ്പത്തിട്ടിട്ട് ഒരു കറി ഉണ്ടാക്കിയിട്ട് പോയേ. ചെറിയ ചെറിയ പണിയൊക്കെയുള്ളൂ അപ്പം ചെയ്യാനായിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു സംഭവമുണ്ട്. ഇതുണ്ടോ, ഇത്രയും പാത്രമായിരുന്നു കഴുകാൻ ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഞാനായിരുന്നു കഴുകാൻ ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ അവനെ ഉറക്കിയ സമയം അനിയത്തി കഴുകി. അപ്പം എനിക്ക് ആ പണിയില്ല. ഞാൻ ചമ്മിപ്പോയില്ല. സത്യം പറയാമല്ലോ, എനിക്കിവിടെ ഒരു പണിയും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. പിള്ളേരുടെ കാര്യം നോക്കുക, അവരുടെ ഡ്രസ്സ് അല്ലെങ്കിൽ അതൊക്കെ എനിക്ക് പണിയായിട്ടുള്ളൂ. ചില ദിവസങ്ങളിൽ ഞാൻ ചെയ്തോളാം എന്ന് പറയും, പക്ഷെ എന്നെക്കൊണ്ട് ചെയ്യിക്കത്തില്ല. പക്ഷെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ചിലതൊക്കെ ചെയ്യത്തേ ഉള്ളേ. സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ പറയുന്നുണ്ടല്ലേ, അതിങ്ങനെ എപ്പോഴും പറയുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. ഇത്രയും മാസം, ഇപ്പം 5 മാസം ആവാറായി കുഞ്ഞാവും ഉണ്ടായിട്ട്. എങ്കിലും ഒരുപാട് ജോലിയൊന്നും എടുപ്പിക്കത്തില്ലേ. കൂടുതൽ പറഞ്ഞ് ഞാൻ കുളമൊന്നും ആക്കുന്നില്ല. അപ്പം ഞാൻ പോയി അടിച്ച് വരട്ടെ. അപ്പം അനിയത്തി പുറത്ത് മുറ്റടിക്കുന്നുണ്ട്. ഞങ്ങൾ ഓരോ ജോലി ഷെയർ ചെയ്താണ് ചെയ്യുന്നത്. ഒരാൾ ഓർമ്മ ചെയ്താൽ ഒരാൾ ഇന്നത് ചെയ്യാൻ ഏറ്റെടുക്കും. ഞാൻ പയറ് കറി ആക്കി വെച്ചാൽ കാണിച്ചു തരാം. പയറ് കറിയില്ല, പയറ് തോരൻ. പിന്നെ രസവും പയറും സൂപ്പറാണ്. അപ്പോഴത്തേനും അനിയും കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കിയായിരുന്നു. മാളുവിനും അവനും വേണ്ടി കുറച്ചേ ഉള്ളായിരുന്നു. ഇത് മാളുവിൻ്റെ കളിപ്പാട്ടത്തിൽ ആനയുണ്ട് ഇങ്ങനെ. അപ്പം അതപ്പടി പൊടിയാണ്. അപ്പോഴത്തേനും അത് കഴുകാമെന്ന് വിചാരിച്ച് അതിൻ്റെ ഇത് എടുത്തിട്ടേക്കുന്ന ഇതുണ്ടോ. ഇതിനെടുത്തൊരു കൂടിൽ കെട്ടി വെക്കണം, ഇല്ലേ മാളും ഇതൊന്നും ഇവിടെ വെക്കത്തില്ല. അപ്പോൾ ഒരുവിധം മുറി വൃത്തിയാക്കി. ഇവിടെ പിന്നെ തറയാണ്ട് നമുക്ക് അടിച്ചാൽ മാത്രം മതി, പൊടിയൊക്കെ അടിച്ച് വാരി. പിന്നെ അതാണ്ട് ഇവിടെയൊക്കെ തുടച്ച്, പൊടിയൊന്നുമില്ല. അതുകൊണ്ട് കുഞ്ഞിച്ചക്കൻ ഭയങ്കര ഉറപ്പാണ്, എഴുന്നേറ്റില്ല. പിന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് തുടച്ച്, പിന്നെ ഇവിടെയൊക്കെ ഒന്ന് നീറ്റാക്കി, ഗ്യാസെല്ലാം സ്റ്റൗ തുടച്ച്. പിന്നെ 2-3 പാത്രം കഴുകുണ്ടായിരുന്നു, അത് ഞാൻ കഴുകി വെച്ച്. പിന്നെ സിങ്ക് വൃത്തിയാക്കി, ഒരു വേപ്പിൽ അടപ്പുണ്ട്. പിന്നെ അടുപ്പിൻ്റെ അവിടെ കുറച്ചുകൂടി റെഡിയാക്കാനുണ്ട്, പിന്നെ ശരിയാക്കാമെന്ന് വിചാരിച്ച്. ഹായ്,
അയ്യോ വെട്ടം കാണുക ഇതടിക്കുന്നല്ലേ, നേരെ പുറകെ ജനലാണ് അതങ്ങനെ വെട്ടടിക്കുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എനിക്കെന്താ വട്ടാണോന്ന്. പല്ലോ തോട് കാണിക്കാം. ഇതുണ്ടോ, മഴ പെയ്യുമ്പോൾ മാത്രം വെള്ളം വരും, മഴ നിൽക്കുമ്പോൾ വെള്ളം അങ്ങ് താഴ്ന്നു പോകും. നല്ല രസമുണ്ടല്ലേ കല്ലും കൂട്ടങ്ങളൊക്കെ കാണാം. അപ്പോൾ അനിയൻ്റെ കൂട്ടുകാരൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അവധിക്ക്. അപ്പോൾ അലക്കാൻ വരുന്ന കണ്ടപ്പോഴത്തേന് ഓടിപ്പോയി വർത്താനം പറഞ്ഞ് നിൽക്കുവാണ്. അപ്പോൾ രണ്ടുപേരെ ഞാൻ വീഡിയോയിലെടുത്തപ്പോഴത്തേന് അവരാദ്യം കണ്ടില്ല, പിന്നെയാണ് കണ്ടത് വീഡിയോ എടുക്കുവാന്നേ. പിന്നെ പല്ലൊക്കെ തേച്ചിട്ട് വന്നപ്പോഴത്തേന് നന്നായിട്ട് വിശന്ന്. അപ്പം പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയില്ല. ചോറുണ്ടായിരുന്നു, ചോറും പിന്നെ ഇച്ചിരി പയർ തോരനും രസവും. വീഡിയോ എടുക്കാൻ വേണ്ടി വലിയ കത്തി ഇട്ടതാണ്, ഇച്ചിരി കൂടിപ്പോയി. പിന്നെ ഇത് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല, കറി ഇങ്ങനെ ഒഴിച്ചും പോയി, ചോറ് തിരിച്ചിടാനും പറ്റത്തില്ല. പിന്നെ അങ്ങോട്ട് മൊത്തം കഴിച്ച് വയറങ്ങ് വല്ലാണ്ട് നിറഞ്ഞു പോയി. കഴിച്ച് കഴിഞ്ഞ് അടുക്കളയിലേക്ക് പോകാൻ നേരത്ത് നോക്കുമ്പോൾ ഒരുത്തൻ തണ്ട കമന്നുറങ്ങുന്നു. ഇപ്പം കമഴ്ന്ന് ശീലമായതുകൊണ്ട് എപ്പോൾ ഉറങ്ങിയാലും അങ്ങ് ഉറക്കത്തിൽ കമന്നുറങ്ങിപ്പോവേ. അങ്ങനെ ഞാൻ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അവരെഴുന്നേറ്റ് മാളുവിന് കഴിക്കാൻ കൊടുക്കണം, മാളുവിനെ കുളിപ്പിക്കണം, അവനെ കുളിപ്പിക്കണം, അങ്ങനത്തെ ചെറിയ പരിപാടിയുണ്ട്. പിന്നെ അതാണ്ട് കാണിക്കാവേ, ഇത്രയും തുണി വിരിക്കാനുണ്ട്, ഇത്രയും തുണി കഴുകാനുണ്ട്. വരുമോ ഇപ്പം എടുക്കാവേ. അപ്പോൾ ഫ്രണ്ട്സ്, മാളുക്കുട്ടി എഴുന്നേറ്റിട്ടുണ്ട്. മാളുക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നേഴ്സറി ഇല്ലേ, അതുകൊണ്ട് നേഴ്സറി പോകണ്ട. മാളുക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി അല്ലേ മാളുക്കുട്ടി? മാളുക്കുട്ടിക്ക് നൂഡിൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചിക്കൻ നൂഡിൽസ്. കഴിഞ്ഞ ദിവസം നൂഡിൽസ് വേണമെന്ന് പറഞ്ഞ് വഴക്കായിരുന്നു. അപ്പോൾ പകുതി ഉണ്ടാക്കി കൊടുത്തിട്ട് ബാക്കി പകുതി വെച്ചായിരുന്നു. അപ്പോൾ അനിയൻ അത് ഉണ്ടാക്കിയിട്ട് മാളുക്കുട്ടിക്ക് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എഴുന്നേറ്റിട്ട് പല്ല് തേച്ച് മുഖമൊക്കെ കഴുകി സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ട് അത് കഴിക്കും. ഇപ്പം ചില നേരത്ത് വീഡിയോയിൽ വരാൻ മടിയാണ്, അതിങ്ങനെ കമന്ന് കിടക്കുന്നത്. ആളെണീറ്റ് ചെറുക്കൻ എണീറ്റിട്ട് ഇതേ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറേ കഴിഞ്ഞ് കാണാവേ. മാളുക്കുട്ടി വീഡിയോ എടുക്കണ്ടെന്നാണ് ഈ പറയുന്നത്. അപ്പം മാളുക്കുട്ടിയുടെ സൈക്കിളിൽ അവൻ എന്തോ ലൈറ്റ് ആയിട്ട് പിടിപ്പിക്കുകയാണ്. ഇതാ നോക്കിക്കേ, ഇവനെ ഇതുപോലത്തെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ കറണ്ടിൻ്റെ ഇതൊക്കെ ചെയ്യുന്നത് ഭയങ്കര കണ്ടുപിടുത്തങ്ങളാണ്. വലുതാകുമ്പോൾ ഒരു സയൻറ്റിസ്റ്റ് ആകാനും ഒരു വകുപ്പില്ലാതില്ല. മാളുക്കുട്ടിയുടെ സൈക്കിള് സത്യം പറഞ്ഞാൽ ഒടിഞ്ഞു പോയി, എന്നിട്ട് അച്ഛൻ ശരിയാക്കിയതാണേ. ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ എന്തോ സാധനമൊക്കെ കൊടുത്തിട്ട് ശരിയാക്കിയതാ. മാളുക്കുട്ടീനെ ഒരിക്കടി നമുക്ക് നേഴ്സറി വിടാം, ചുമ്മാ പറഞ്ഞതാ. അപ്പം എൻ്റെ കുഞ്ഞിച്ചക്കനെ കുളിപ്പിച്ചു. ഇനിയിപ്പോൾ അവനെ ഒരുക്കണം, ഉടുപ്പിടിക്കണം, പിന്നെ ഉറക്കണം. എന്നിട്ട് എനിക്ക് കുറച്ച് തുണി അലക്കാണ്ട്, അതൊക്കെ പോയി അലക്കണം. ചാറ്റെടുത്തേ ഉറങ്ങാൻ പോയതാ, ഉറങ്ങുമെന്ന് ഡൗട്ടാ, ഉറക്കണം. അങ്ങനെ ഫൈനലി അവൻ ലൈറ്റ് പിടിപ്പിച്ചിരിക്കുന്നു. സൈക്കിളിൽ ലൈറ്റ് പിടിച്ച് മാളിനെ കൂടി ഇട്ട് മാളിന്റെ സന്തോഷം. അപ്പം ഞാൻ കുറച്ച് തുണി വിരിക്കുമായിരുന്നു. ഇതുണ്ടാ, കുറച്ചേറെ തുണി വിരിക്കാനുണ്ടായിരുന്നു, അതൊക്കെ കുറച്ചുണങ്ങിയത്. അതെടുത്തിട്ട് ഇനി അടുത്തത് വിരിക്കണം. അപ്പോൾ അത് ഒരാളിവിടെ ഇരുന്ന് തന്നെ കളിക്കുന്നുണ്ട്. എന്തുവാ കളിക്കുന്നേ? കഞ്ഞിയോ? ഓ, കഞ്ഞിയും കറിയും. എന്നാ കളിച്ചോ. വണ്ടി കഴുകാൻ വേണ്ടി വെച്ചേക്കുവാണ്. അപ്പം ഞാൻ കുറച്ച് തുണി കഴുകാനുണ്ട്.
കുറച്ചല്ല, ഒത്തിരി ഉണ്ട്. അതല്ല കണയിന് അല്ല, ഇതുകൊണ്ട് വെയിലത്തില് പാവം കൊച്ച്. പിടിച്ചോണേ, ക്യാച്ച് പിടിച്ചോണേ, ക്യാച്ച്. അപ്പൊ തുണി ഇടയ്ക്ക് കഴിഞ്ഞ് കാണാവേ. കൊണ്ടുവച്ചാടാ. അപ്പോൾ ഭയങ്കര കാറ്റായിരുന്നു. തുണിയൊക്കെ എടുത്ത് ചിലപ്പം മഴ പെയ്യും, ചിലപ്പം കാറ്റടിച്ച് പോകുന്നുണ്ട്. ഭയങ്കര കാറ്റാ. വിറ്റൊക്കെ കിടക്കുന്നുണ്ടോ? ഇതുണ്ടോ അപ്പടി ചപ്പ. എന്നത് നീ എന്തിനാ ചിരിക്കുന്നേ? ഇതുണ്ടോ ഭയങ്കര കാറ്റ്. ഭയങ്കര കാറ്റാ. മിക്കവാറും മരമൊക്കെ ഒടിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട്. ഇതെന്താ രാവിലെ ഒന്ന് കാണിച്ച ശരിക്കും കാണിക്കും. ഇത് ഇടയ്ക്ക് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നിപ്പുണ്ട്. ഇത് ഞാൻ നട്ടതാ. ഇത്രയും വലുതായി കണ്ടോ. ഇതിൻ്റെ കുറേ കുഞ്ഞുങ്ങളെ ഓരോരുത്തർക്ക് ഞാൻ കൊടുത്ത്. കുഞ്ഞുങ്ങൾ മീൻസ് വിത്ത്. ഇതുണ്ടോ ഇഷ്ടം പോലെ പൊട്ടി മുളകുവേ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും തുണികൾ മടക്കാനുണ്ട്. കുറച്ച് മടക്കി. അപ്പോഴവർത്തെ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ ഇതൊക്കെ മടക്കട്ടെ ഞാനേ. അപ്പോൾ ചേട്ടായി വരും എന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവരാൻ പോവാ. ഞാൻ ഓടിക്കാന്ന് പറഞ്ഞ ഇവൻ സമ്മതിക്കത്തില്ലേ. ഇവൻ ഓടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഓടിക്കുക. ചേട്ടായിക്ക് പത്തനംതിട്ടയിലേക്കാണ് ഈ ലോഡ് കൊണ്ടുപോകേണ്ടത്. ഇതിനകത്ത് നിറയെ കൊപ്രയാണ്. അപ്പം ഞായറാഴ്ച ദിവസങ്ങളിൽ ഇത് ഇറക്കത്തില്ലാത്തതുകൊണ്ട് വീട്ടിൽ നിന്നിട്ട് തിങ്കളാഴ്ച വെളുപ്പിനെ പോകാൻ വേണ്ടിയിട്ടാണ്. ലോഡില്ലാതെ വണ്ടി കണ്ടപ്പോൾ ചെറുതാണ്. ലോഡും കൂടി ഇരുന്നപ്പോഴത്തേന് വലിയ വണ്ടിയായത്. ആദ്യം ഒരു വഴിയിലിട്ടപ്പം വേറെ വണ്ടികൾക്ക് പോകാൻ ഇടയില്ല. അപ്പം ഞങ്ങൾ അടുത്ത ഞങ്ങളുടെ കവലയുണ്ട്, അവിടെ ഇരുന്നിട്ട് വണ്ടി ഇടാൻ പോവുകയാണ്. അപ്പത്തേന് ഞങ്ങളും പുറകെ പോവാം. അവിടെ വണ്ടി പോകുന്ന കാണിച്ചായിരുന്നു. അപ്പം അവിടെ ഇടാൻ വേണ്ടി പോവാം. മാളിക്കുട്ടി പറഞ്ഞ സ്പെഷ്യൽ മുട്ടായി ആയിട്ടാണ് അപ്പ വന്നേക്കുന്നത്. അപ്പം ചേട്ടായി മേടിച്ചുകൊണ്ട് വന്നതാണ് പലഹാരം. അപ്പോൾ അതൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇത് പണ്ടൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ഇന്നലെ ഇവർ കടയിൽ പോയപ്പോൾ വാങ്ങിയിട്ട് വന്നതാണ്. ഞാൻ ഇതിൻ്റെ ഒരു ശകലം ഇന്നലെ വൈകിട്ട് കഴിച്ച്. മാളുവിൻ്റെ ബാക്കിയെ ഇനി ഇച്ചിരി കൂടി കഴിക്കണം. അതിനുമ്പ് ഈ ബണ്ണ് കഴിച്ചിട്ട് കഴിക്കാമെന്ന് വെച്ച്. മാളുക്കുട്ടി എന്താ കഴിക്കുന്നേ? സ്റ്റിക്ക് നൈസോ? കഴിച്ചോ. അപ്പം ഞാനും കഴിക്കട്ടെ. കപ്പ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. നമ്മുടെ വണ്ടി ഇത് എവിടെ ഇരിപ്പുണ്ട്. ഇതുവഴിയാണെന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾക്കറിയത്തില്ല. ഒരു ഇത് വെച്ച് ഞങ്ങൾ പോവാണ്. അങ്ങനെ ഞങ്ങൾ കപ്പയുമായിട്ട് പോവുകയാണ്. അവിടെയായിരുന്നേ കന്നുകാലിയൊക്കെ നിൽക്കുന്നു. ഞാൻ പിടിക്കാടാ, വെയിറ്റ് ഉണ്ടെങ്കിൽ.